സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ആദവനാട് പഞ്ചായത്ത് 18-ാം വാർഡിലെ കണ്ണംകുളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണംകുളത്തിൻ്റെ പുനരുദ്ധാരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. കണ്ണംകുളത്തിൻ്റെ ഉദ്ഘാടന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണംകുളത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MK റഫീഖ നിർവഹിക്കുന്നു. കൂടെ ചാടിയോക്കാം. ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആദവനാട് പഞ്ചായത്തിലെ ഈ വാർഡില് ഏകദേശം 45 ലക്ഷം രൂപ വകയിരുത്തി കണ്ണംകുളം നവീകരിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഭരണസമിതി
ഇത് നമ്മുടെ കുട്ടികൾക്ക് പിന്നെ നീന്തൽ പരിശീലനത്തിലുള്ള ഒരു കുളമാക്കി ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ആദ്യമേ പറയാനുള്ളത്. മറ്റു കൂടുതലൊന്നും പറയുന്നില്ല. ഇത്തരത്തിലൊരു ഫണ്ട് കൊണ്ടുവന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നിങ്ങളുടെ ഡിവിഷൻ മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു നസീബ് അസീസ് ആയിരുന്നു. ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് കൊടുത്ത ഒരു വലിയൊരു വാഗ്ദാനം നിറവേറ്റി എന്ന സന്തോഷത്തിലാണ് എൻ്റെ കൂടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്ന എല്ലാവിധ ആശംസകളും വരും. എൻ്റെ ഡിവിഷനിലെ അതോനാട് പഞ്ചായത്തിലുള്ള ഈ കണ്ണംകുളം നവീകരണം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ സമയത്ത് കൊടുത്ത വാക്കായിരുന്നു. ഇതുപോലെ ഈ കുളം നവീകരിച്ച് തരാമെന്നുള്ളത്. അതാണ് ഇവിടെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ളത്. 45 ലക്ഷമാണ് ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിമനോഹരമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് നീന്തലും അതുപോലെയുള്ള ഉപയോഗപ്രദമായ രീതിയിലേക്ക് ഇത് മാറ്റാൻ ഉള്ള സംവിധാനവും കൂടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ ഡിവിഷനിൽ എന്റെ ഡിവിഷനിലെ ഈ ആദവനാട് പഞ്ചായത്തിൽ മാത്രമായി 3,20,00,000 ഈ സമയത്തിന്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പിന്തുണയും ഉണ്ടായതാണ് ഏറ്റവും വലിയ സമാധാനം. ഇനിയും അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഇന്ന് നമ്മളെ കണ്ണംകുളം നവീകരിച്ച അതിന്റെ ഔപചാരിക ഉദ്ഘാടന ക്രമമാണ് നടന്നത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്രമം നടത്തി. അത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇലക്ഷൻ ടൈമില് നസീബാത്ത ഈ വാർഡിൽ ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ അന്ന് കുളം കൊടുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ നസീബാത്താനോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രദേശത്തുകാർക്ക് വളരെ ശൂന്യമായി കിടക്കുന്ന ഒരു കുളമായിരുന്നു. അപ്പൊ അത് നന്നാക്കാനുള്ള ഫണ്ട് ഞാൻ ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പിന്നെ ഫണ്ട് വെക്കാം, മത്സരിക്കുന്ന ടൈമല്ലേ എന്നാണ് അന്ന് പറഞ്ഞത്. മത്സരിച്ച് ജയിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇടക്ക് വിളിക്കും, നസീബാത്ത എന്തായി കുളം എന്ന് ചോദിക്കുമ്പോൾ നസീബാത്ത പറയും ഞാൻ ഏതായാലും ഇറങ്ങണീന്റെ മുന്നേ ആ കുളം പൂർത്തീകരിച്ചിട്ട് ഇറങ്ങുള്ളൂ. ഏതായാലും ഇപ്പൊ കുളത്തിന് ഫണ്ട് വെച്ച് ഫസ്റ്റിൽ 20 ലക്ഷം രൂപയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ വിളിച്ച് പിന്നെ പ്രസിഡന്റിനോട് ഇടപെട്ട് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ ഫണ്ട് വെക്കാം എന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപയും കൂടെ വെച്ച് 45 ലക്ഷം രൂപക്ക് നല്ല ഭംഗിയായിട്ട് ഈ പ്രദേശത്തുകാർക്ക് എല്ലാവർക്കും നല്ലൊരു സൗകര്യപ്പെട്ട ഒരു കുളമാണ്. അപ്പൊ അതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ജില്ലാ പഞ്ചായത്തിനോടും പ്രസിഡന്റിനോടും അതുമാതിരി ഞങ്ങളുടെ ഡിവിഷൻ മെമ്പറോടും അതുപോലെ പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളെ പാർട്ടിക്കാരോ കാലിദാക്കാനോട് പോലുള്ള ആളുകളോട് എന്ത് കാര്യത്തിനും ഒരു ലെറ്ററിന് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നും എൻ്റെ ഭാഗത്തേക്ക് തന്നെ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാലും എന്തിനും ലെറ്റർ തന്ന് സഹായിക്കാറുണ്ട്. കുഞ്ഞുട്ടിയാക്കാണെങ്കിലും കാലിദാക്കാണെങ്കിലും നല്ല രീതിയിൽ മനോഹരമായിട്ട് ഈ കുളം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷകരമായ അതിലേറെ ആഹ്ലാദകരമായ മുഹൂർത്തത്തിലാണ് അതോനാട് പഞ്ചായത്തിലെ 18ാം വാർഡിലുള്ള കണ്ണംകുളം ഉപയോഗശൂന്യമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുളം വളരെ നല്ല രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ അധികം സന്തോഷം തോന്നുന്നത് കാരണം നമ്മൾ ആവശ്യപ്പെടാത്ത പ്രശ്നമാണോ എന്ന് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെക്കാത്തത്. ഫണ്ട് വെക്കാൻ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം അതിനുള്ള പരിഹാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഫണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നമുക്ക് തന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഏതായാലും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ എല്ലാ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെമ്പർ അസീസിനെ ഇനിയും ഫണ്ടുകൾ ആവശ്യമുണ്ട്. തുടർന്നും ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്ന് മാത്രം പറയും. ഓക്കെ, നന്ദി. പറയണ